നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ ഒരു പങ്ക്തി സ്റ്റാർട്ട് ചെയ്യാണ്, പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദാസനും വിജയൻ എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ പേര് ദാസ്, അല്ലെങ്കിൽ ദാസൻ എന്നാണ് സാധാരണ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നത്. അതുപോലെ ഇത് വിജയേട്ടനാണ്, എൻ്റെ സുഹൃത്ത് വിജയേട്ടനാണ്. അപ്പോൾ ദാസനും വിജയനും എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ വിജയേട്ടൻ്റെ കയ്യിൽ കുറേ നല്ല നല്ല മോട്ടിവേഷൻ സ്റ്റോറീസ് ഉണ്ട്, മോട്ടിവേഷൻ കഥകളുണ്ട്. അപ്പോൾ ഇന്നൊരു തുടക്കം തന്നെ ആവട്ടെ. അപ്പോൾ എന്തായാലും ഒരു മോട്ടിവേഷൻ കഥയിൽ നമുക്ക് ആരംഭിക്കാം. വിജയേട്ടാ നമസ്കാരം. വിജയേട്ട ഒരു സിമ്പിളായിട്ട് ഒരു മോട്ടിവേഷൻ കഥ ഒന്ന് പറയാമോ? ഓക്കെ, പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പോ ഈ മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ ഉള്ള ഒരാള്, അയാള് ബൈബിളാണ് വിൽപ്പന നടത്തുന്നത്. അപ്പൊ അയാള് ബൈബിളിന്റെ ബുക്ക് 10 പേർക്ക് കൊടുത്തയക്കും വിൽക്കാനായിട്ട്. 10 ചെറുപ്പക്കാരെ ഫീൽഡിലേക്ക് ഇറക്കി വിടും, വീടുകളിലേക്ക്. അപ്പൊ അവര് പോയിട്ട് വരുമ്പോ അതില് ഈ 10 പേരിൽ ഒരാള് ഉച്ചയാകുമ്പോഴേക്കും അവന്റെ കോട്ട 10 ബൈബിള് പുസ്തകം വിറ്റിട്ട് വരും. മറ്റേ 9 പേര് 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ മുഴുവൻ പുസ്തകവും വിറ്റുണ്ടാവില്ല. ചിലവര് 4 വിറ്റു, ചിലവര് 5 വിറ്റു, 6 വിറ്റു. അങ്ങനെ ഒരിക്കലും 10 തയ്ച്ച് വിറ്റവരും മറ്റു 9 പേരിലും ഉണ്ടാവില്ല. ഇയാൾക്ക് മാത്രം എല്ലാ ബുക്കും വിറ്റ് ഇയാൾ ഉച്ച ആവുമ്പോഴേക്കും 1 മണി ആവുമ്പോഴേക്കും വന്ന് ഇയാൾ വിറ്റിട്ടുണ്ടാവും. 10 ബൈബിള് വിറ്റിട്ട് ഇയാൾ ഓഫീസിൽ വന്നിട്ട് കൂടെ കഴിക്കുക. ബാക്കിയുള്ളവരൊക്കെ ചോറ് കൊണ്ടുപോകും. വൈകുന്നേരം 5 മണി 6 മണി ആയിട്ടാണ് വരിക. ഇയാള് മാത്രം ഉച്ച ആവുമ്പോഴേക്കും വിറ്റിട്ട് വരും. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ടെക്നിക്ക്? എങ്ങനെയാണ് ഇയാൾ ഇത്ര പെട്ടെന്ന് ഈ 10 ബൈബിള് പുസ്തകം വിൽപ്പന നടത്തുന്നത് ചോദിച്ചറിഞ്ഞപ്പോഴാണ് രസകരമായ വസ്തുത അറിഞ്ഞത്. എന്താണത്? ഈ ആൾക്ക് വിൽക്കലുണ്ട്. അപ്പൊ അത് പറയുമ്പോ ഓരോ വീട്ടിൽ ചെന്നിട്ട് ചേച്ചി മേഡം ഞാൻ പുതിയ അപ്പൊ അവര് അയ്യോ പോരെ വേണ്ട, അതെ എന്താ വേണ്ടേ, ഇതൊരു ബൈബിളാണ്, ശരി എത്ര രൂപയാണ്, അതിന്റെ കാശ പിടിച്ചു എന്ന് പറഞ്ഞ് അവര് ആ പൈസ മേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ബുക്ക് മേടിക്കും. പിടുത്തം വിട്ടു. അപ്പൊ ഇവന്റെ ആ വീക്ക്നെസ് ആണ് ഇവൻ ആ മാർക്കറ്റിങ്ങില് അത് ഇവന്റെ ഒരു മെറിറ്റ് ആയിട്ട്, അഡ്വാൻറ്റേജ് ആയിട്ട് ഇവൻ കണക്കാക്കി അവൻ സെയിൽസ് നടത്തുന്നത്. അപ്പൊ എല്ലാ ആളുകളും അവനവന്റെ വീക്ക്നെസ് മാർക്കറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു പോയിന്റ് ആണ് വിജയേട്ടൻ പറഞ്ഞത്. അതായത് നമുക്ക് എത്ര വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് കൊണ്ട് ബിസിനസ് എടുത്ത് വിജയിക്കലാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്, അല്ലെ വിജയേട്ടാ? അതെ, എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് പറഞ്ഞ് നമ്മളിങ്ങനെ വിഷമിക്കാതെ അതൊരു ടൂളാക്കുക, അതിനെ മാർക്കറ്റ് ചെയ്യുക. അപ്പൊ ഈ വീക്ക്നെസ് ഉള്ള ആളുകൾക്ക്, കഴിവ് കുറവുള്ളവർക്കും വിജയിക്കാൻ പറ്റും. 100% വിജയേട്ടാ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.